അനുജ 2026 ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് മടങ്ങുന്ന സാഹചര്യം. രണ്ടാമത് ഇന്ന് വലിയ പ്രഖ്യാപനങ്ങളുടെ ഉദ്ഘാടനം, ഒപ്പം വലിയ പദ്ധതികളുടെ ഉദ്ഘാടനം, ഒപ്പം വലിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ ഈ ധീവര സമുദായത്തിന്റെ പരിപാടിക്ക് വേണ്ടി മറൈൻ ഡ്രൈവിലേക്ക് അദ്ദേഹം എത്തുന്നു, അല്പസമയത്തിനകം എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ കലൂരിൽ രണ്ട് വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് 1,800 കോടി രൂപയുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, ആ പദ്ധതിയുടെ ഉദ്ഘാടനം. അതിനുശേഷമായിരിക്കും NDAയുടെ പരിപാടിക്ക് വേണ്ടി തൊട്ടപ്പുറത്തെ വേദിയിലേക്ക് അദ്ദേഹം പോവുക. റോഡ് ഷോയും ഇവിടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ എറണാകുളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ചേട്ടൻ, അദ്ദേഹം ആസകലം നരേന്ദ്രമോദി, വയറിൽ നരേന്ദ്രമോദിയുണ്ട്, ശരീരമാസകലം താമരയുണ്ട്. എന്തായാലും എന്താണ്, ആരാധനയാണോ? മോദിയോട്ടുള്ള ആരാധന കൊണ്ട് ചെയ്തതാണ്. പിന്നെ 2020 വിജയിപ്പിക്കുക, ഈ 2020 പ്രവർത്തകനാണ്. അതെ അതെ, ഇത് രണ്ടുമാണ് മെയിൻ. ഇന്നത്തെ എവിടുന്നാ വരുന്നേ? ഞാനിവിടെയുള്ള ആളാണ്. പേരെന്താ? എൻ്റെ പേര് ബോണി. എന്തായാലും ഇങ്ങനെയാണ് പ്രവർത്തകർ. ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം 2020 NDAയിലേക്ക് എത്തിയതിനു ശേഷമാണ് കൊച്ചിയിലാണ് നമുക്കറിയാം NDAക്ക് ഒരു വേരോട്ടമുള്ളത്, ക്ഷമിക്കണം 2020ക്ക് ഒരു വേരോട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ NDAയ്ക്കൊപ്പം 2020യിലെ പ്രവർത്തകരും ഇത്തരത്തിൽ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ്. നമുക്കറിയാം ഇന്നുണ്ടായ വിവാദങ്ങൾ, ഈ ദേശീയപാത പദ്ധതിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെ നടക്കുമ്പോൾ ഈ മുഹമ്മദ് റിയാസിനെ അടക്കം പങ്കെടുപ്പിച്ചില്ല എന്നുള്ള ഒരു വിവാദമൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയെ പോലും ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന, അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്നുള്ള ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ആ കത്തുൾപ്പെടെ, അല്ലാതെ PM-ന്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പോ ആരൊക്കെ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലേക്കുള്ള വരവിനെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു ചൂട് പിടിച്ചു വരികയാണ് ഇന്നത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ വരവൊക്കെ. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യം. എന്തായാലും BJP ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നയിക്കും. വലിയൊരു വിജയങ്ങൾ, ഒരു 5-ലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് ഞങ്ങൾക്ക് ആവേശം പകരാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുക എന്നുള്ളത് വലിയ ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് തരുന്നത്. ഈ ദേശീയപാതയുടെ ഒക്കെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഒരു പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാമായിരുന്നില്ലേ? അതിന്റെ ആവശ്യമില്ല. കാരണം ഈ ഇവിടെ കാണിക്കുന്ന പല പദ്ധതികളും ഈ കേന്ദ്ര സർക്കാർ, ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ തരുന്നില്ല എന്ന് പറയും, മറുവശത്ത് ഈ പദ്ധതികളൊക്കെ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരെണ്ണെങ്കിലും കേന്ദ്ര പദ്ധതി പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ആണ് എന്ന് ജനങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഇതിന്റെ അടക്കം ഫ്ലക്സ് അടിച്ച് ഈ മരുമോൻ മന്ത്രി ക്രെഡിറ്റ് എടുക്കും. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രം തരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന് റോൾ ഉണ്ടെന്ന് അറിയാൻ ഇതൊക്കെ ഒരു ആവശ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.